അപ്പോൾ ഈ 3 വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം. ഒന്ന് പരിഹാരം. പരിഹാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജീവിത രീതിയേക്കാളും കൂടുതൽ നല്ല ആത്മീയമായി ഉന്നതമായ രീതിയിലുള്ളൊരു ജീവിതം അഡോപ്റ്റ് ചെയ്യുക. അത് പരിഹാരം. ചെയ്ത തെറ്റ് എന്താണോ അത് മാറ്റിക്കളയുന്ന രീതിയിൽ അതിന് പകരം ധാരാളം നന്മ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സൽപ്പേര് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വെറും ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കളയുക. അവർ സൽപ്പേരിന് വീണ്ടും നമുക്ക് സ്ഥാപിച്ചെടുക്കണം. അതിനെ പറയുന്നത് പേരാണ് പ്രായശ്ചിത്തം. പരിത്യാഗം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുക. വളരെ ഈസി ആയിട്ട് കസാരയിലിരുന്ന് നമ്മളെല്ലാവരും ചെയ്യുന്ന സ്വഭാവമാണ്. ഇപ്പോൾ എല്ലാവർക്കും മുട്ടുവേദനയുണ്ട്, നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്. അപ്പോൾ മുട്ടുകുത്താന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരൊക്കെ കൈയും കാലും ഒടിച്ച് മുട്ടുകുത്തി കൊണ്ടുപോയാലാണെന്നല്ല ഉദ്ദേശിച്ചത്. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ കസേരയിൽ നിന്ന് ഇറങ്ങി മുട്ടുകുത്തിയിട്ടൊരു കൊന്തമില്ല. അത്തരം ചെറിയ പ്രവർത്തികളെ പറയുന്നത്. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഇനി ഇപ്പോൾ അച്ഛൻ പറയുന്ന പോലെ നേരം വെളുത്ത് ഈസി ആയിട്ട് 5:30 മണിക്കല്ലേ ഇപ്പോൾ പിള്ളേർ പറയുന്ന പോലെ നേരത്തെ എഴുന്നേറ്റ് എപ്പോഴാണ്? ഏർലി മോർണിംഗ് അറ്റ് 12 o'clock. നമ്മൾ ചെറുപ്പക്കാർ എഴുന്നേൽക്കുന്ന സമയം 11:30-12 മണിയാണ്. നേരത്തെ എഴുന്നേറ്റു. എത്ര മണിക്ക് എഴുന്നേറ്റ്? 12 മണിക്ക്. അതിന് വീട്ടുകാർക്കൊരു ഭാഗ്യമുണ്ട്. എന്ത്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. അതാവശ്യമില്ല. കാരണം ഉച്ചയ്ക്കാണ് വരുന്നത്. ഉച്ചയ്ക്ക് വന്നുകൊടുമ്പോഴും ഭക്ഷണം കഴിക്കില്ല. അത് ഭക്ഷണം കഴിക്കുന്ന ലഞ്ച് ടൈം എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. പിന്നെ ഡിന്നറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പാതിരാത്രിയാണ്. അപ്പോൾ ആ സമയമാണ്. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഇത്തരം പരിപാടി പറയുന്ന പേരാണ് പ്രായശ്ചിത്തം. അപ്പോൾ ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് പരിഹാരത്തിനും പ്രായശ്ചിത്തത്തിനും അതുപോലെ തന്നെ പരിത്യാഗം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള കാലം.